അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എല്ലാവരോടും വളരെ ആത്മാർത്ഥപൂർവ്വം വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും അള്ളാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാനിലെ അവസാനത്തിലാണ് എന്നുള്ളത് ബോധ്യപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് ഞാനും നിങ്ങളൊക്കെ ഉള്ളത്. ഈ റമദാൻ നമ്മളിൽ നിന്നൊരിക്കലും വിട പറയുന്നില്ല, പക്ഷേ റമദാനോട് നമ്മളാണ് വിട പറയുന്നത്. കഴിഞ്ഞ റമദാൻ കിട്ടിയ ആളുകൾക്ക് ഈ റമദാൻ ഒരു പക്ഷേ കിട്ടിയിട്ടില്ല, അവരൊക്കെ ചിലപ്പോൾ മണ്ണിൻ്റെ അടിയിലായിരിക്കും. എന്നാൽ ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്നു, അടുത്ത റമദാനിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയുമെന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ശേഷിക്കുന്ന മണിക്കൂറുകൾ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്ന് മാത്രമാണ് എന്നോടൊന്ന പോലെ നിങ്ങളോടും പറയാനുള്ളത്. നമ്മൾ ചെയ്ത എല്ലാ ഇബാദത്തുകളും നമ്മളിൽ നിന്ന് അള്ളാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ തൗബയും ഇസ്തിഗ്ഫാറും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ പ്രാർത്ഥനകളും റുകൂകളും സുജൂദുകളും രാത്രി നമസ്കാരങ്ങളും നോമ്പ് തുറപ്പിക്കാൻ ചെയ്ത സ്വതക്കകളും അള്ളാഹു നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. എന്തിനാണ് നാം നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നന്മയും തിന്മയുമുണ്ട് ഈ ലോകത്ത്. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ. നന്ദി ഉള്ളവൻ്റെ മാർഗവും നന്ദി കെട്ടവൻ്റെ മാർഗവും, രണ്ടും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട്. ഈമാൻ കാര്യങ്ങൾ ചൊല്ലിപ്പറയുമ്പോൾ നമ്മൾ പഠിച്ചതാണ് നന്മയും തിന്മയും. അപ്പോൾ എന്തിനാണ് നാം നന്മകൾ പ്രവർത്തിക്കുന്നത്? എന്തുകൊണ്ടാണ് തിന്മകൾ പ്രവർത്തിച്ചുകൂടാ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഖുർആൻ വ്യക്തമായി തന്നെ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. മൻ ജാഅ ബിൽ ഹസ്സന ഫലഹു ഖൈറും മിൻഹാ. ആരെങ്കിലും നന്മ കൊണ്ടുവന്നാൽ അതിനേക്കാൾ ഉത്തമമായത് അല്ലാഹു തആല, ഏറ്റവും ഉത്തമമായത് അല്ലാഹു നൽകും, സ്വർഗ്ഗം നൽകും. വഹും മിൻ ഫസഇ യൗമഇദിൻ ആമിനൂൻ. നന്മ ചെയ്ത വ്യക്തിക്ക് അന്നത്തെ ദിവസം, അതായത് പരലോകത്ത്, ഭയവിഹ്വലതകളിൽ നിന്ന് സുരക്ഷ ലഭിക്കും, നിർഭയരായിരിക്കും അവർ. അപ്പോൾ നന്മ എന്തിനാണ് എന്നതിൻ്റെ ഉത്തരം എന്തെന്ന് വെച്ചാൽ സ്വർഗത്തിന് വേണ്ടിയിട്ടാണ്. എന്തിനാണ് റമദാനിൽ നോമ്പരട്ടിക്കുന്നത്, ഇബാദത്തുകൾ ചെയ്യുന്നത്, സ്വതക്കകൾ ചെയ്യുന്നത്, പ്രാർത്ഥിക്കുന്നത്, സാമൂഹിക കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്? എൻ്റെ ഉത്തരം എന്താ വെച്ചാൽ നാളെ പരലോകത്ത് രക്ഷപ്പെടുക എന്നുള്ളതാണ്. ഒമൻ ജാ ബിൽ സയ്യിഅ. എന്തുകൊണ്ട് തിന്മ ചെയ്തുകൂടാ? ആരെങ്കിലും ഒരു തിന്മ ചെയ്താൽ ഫകുബ്ബത് വുജൂഹും ഫിന്നാർ. അവൻ്റെ മുഖം നാളെ നരകത്തിൽ മറിക്കപ്പെടും. ഹൽ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിനല്ലാതെ നിങ്ങൾക്ക് പ്രതിഫലമുണ്ടോ എന്നാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. നന്മ ചെയ്യണം എന്തിന്? തിന്മ ചെയ്യണ്ട എന്നതിൻ്റെ ഉത്തരമാണ് ഈ ആയത്തിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ചത്. നന്മക്ക് അറബിയിൽ അൽ ഹസന എന്നാണ് പറയുക. തിന്മക്ക് അറബിയിൽ അസ്സയ്യിഅ, ഏറ്റവും ദുഷ്കർമ്മം, മോശപ്പെട്ട പ്രവർത്തനം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. നന്മ ചെയ്താൽ അല്ലാഹു തആല നമുക്ക് തരുന്ന നോക്കുങ്ങൾ ഇരട്ടിയായ പ്രതിഫലമാണ്. തിന്മ ചെയ്താൽ ആ തിന്മയുടെ പ്രതിഫലമാണ് കിട്ടുക. ഖുർആൻ അത് പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറ. നിശ്ചയമായും അല്ലാഹു ഒരു അണുത്തൂക്കം അനീതി കാണിക്കൂല, അക്രമം കാണിക്കൂല. വൈൻ തക്കു ഹസന, ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ യുദാഇഫുഹ, ഇരട്ടിയായിട്ട് അല്ലാഹു തആല കൊടുക്കും. വയുതി മില്ലദുഹു അജ്റൻ അലീമ, അവനടുക്കൽ വമ്പിച്ചതായ പ്രതിഫലമാണ് അല്ലാഹു തആല നൽകുന്നത് എന്നാണ്. ഇത് നന്മയെ പറ്റി പറഞ്ഞതാണ്. റമദാൻ മാസം എടുത്തു നോക്കി നിങ്ങൾ. റമദാൻ മാസത്തിലെ ഒരു പ്രവർത്തനത്തിന്, ഒരു നോമ്പിന് ലഭിക്കുന്ന, ഒരു നന്മക്ക് ലഭിക്കുന്ന പുണ്യങ്ങൾ എത്രയാണ്? അനിർവചനീയമാണ്, കണക്കാക്കാൻ പറ്റാത്തതാണ്. ഇനി അതല്ല, സാധാരണ പ്രവർത്തന നന്മയാണെങ്കിൽ പോലും അതിന് ഇരട്ടിയായിട്ടാണ്
റമദാന് ശേഷം ഒക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഇരട്ടിയായിട്ടാണ് പുണ്യങ്ങൾ ലഭിക്കുന്നത്. അപ്പം നന്മക്ക് ഇരട്ടിയായിട്ടാണ് അല്ലാഹു തആല പ്രതിഫലം കൊടുക്കുന്നത് എന്നാണ്. മൻ ജാഅ ബിൽ ഹസന ഫലഹു അശ്റു അംസാലിഹ, 10 ഇരട്ടി 10 മടങ്ങ് പ്രതിഫലമാണ് നന്മക്ക് ലഭിക്കുന്നത് അല്ലാഹു തആല പറയുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു തആല പറയുന്ന ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം. വമൻ ജാഅ ബിസ്സയ്യിഅ ഫലാ യുജ്സാ ഇല്ലാ മിസ്ലാ വഹും ലാ യുദ്ലമൂൻ. തിന്മക്കാവട്ടെ അവർ ചെയ്തതെന്തോ അതിനുള്ള ആ ഒരു പ്രതിഫലമാണ് അല്ലാഹു തആല കൊടുക്കുക. ലാ യുദ്ലമൂൻ, അല്ലാഹു തആല അനീതി കാണിക്കുകയില്ല, ഒരാളോടും അക്രമം കാണിക്കുകയില്ല എന്നാണ്. അവിടെ ഞാൻ പറഞ്ഞു വെച്ചത് എന്താ വെച്ചാൽ നന്മക്ക് ഇരട്ടി പ്രതിഫലമാണ്. ഇപ്പോൾ റമദാൻ മാസത്തിൽ നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്, റമദാന് ശേഷവും നോമ്പുണ്ട്. റമദാന് ശേഷം ഒരുപാട് നോമ്പുകളുണ്ട്, സുന്നത്തായ നോമ്പുകൾ. തിങ്കളാഴ്ച ഉണ്ട്, വ്യാഴാഴ്ച ഉണ്ട്. അതേപോലെ മാസത്തിൽ 3 ദിവസം അയ്യാമുൽ ബീദിൻ്റെ ദിവസങ്ങളിൽ 13, 14, 15 ദിവസങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ സ്വാമ സലാസത്തി അയ്യാമി മിൻ കുല്ലി ശഹർ, ആരെങ്കിലും മാസത്തിൽ 3 ദിവസം നോമ്പ് നോറ്റിക്കഴിഞ്ഞാൽ ഫഖദ് സ്വാമ ദഹ്റ കുല്ലു, ഒരു വർഷം മുഴുവൻ നോമ്പ് നോറ്റവനെ പോലെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഒരു നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ കിട്ടുന്ന പുണ്യം എത്രയാണ്? 5 വക്ത് നമസ്കാരങ്ങൾ, ഒരു നമസ്കാരം മറ്റൊരു നമസ്കാരം വരെയുള്ള കഫാറത്താണ്. ഒരു ജുമാ അടുത്ത ജുമാ വരേക്കുമുള്ള കഫാറത്താണ്. ഒരു റമദാൻ അടുത്ത റമദാൻ വരേക്കുമുള്ള കഫാറത്താണ്. ഇങ്ങനെ പുണ്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന ബെനിഫിറ്റ് അനവധിയാണ്. നേരെ മറിച്ച് തിന്മക്ക് ആ തിന്മയുടെ പ്രതിഫലമാണ് കിട്ടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, ഇനി ഒരാൾ നന്മ ആഗ്രഹിക്കുന്നേ ഉള്ളൂ, ചെയ്യുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വമൻ ഹമ്മ ബിഹസനത്തിൻ ഫലം യഅമൽഹ കുതിബത് ലഹു ഹസന. ഒരാൾ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, ചെയ്തില്ല, അയാൾക്ക് ഒരു നന്മയായിട്ട് ഒരു പുണ്യമായി രേഖപ്പെടുത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അത് ചെയ്താലോ കുതിബത് ലഹു അശ്റ, 10 ഇരട്ടിയായിട്ടാണ് പ്രതിഫലം ലഭിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു മറ്റൊരിടത്ത് പറയാണ്. ആ ഹദീസിന്റെ തന്നെ തുടർച്ചയായിട്ട് പറയാണ്. ഇനി ഒരാൾ തിന്മ ഉദ്ദേശിച്ചു, അയാൾ ഫലം യഅമൽഹ, അയാൾ ചെയ്തില്ല. ഒരാൾ ഒരു നല്ലൊരു വലിയൊരു ഗുരുതരമായ തിന്മ, വൻപാപങ്ങളല്ലാത്ത രൂപത്തിലുള്ള ഒരു തിന്മ അവൻ ഉദ്ദേശിച്ചു, ഒരു തിന്മ തന്നെ അവൻ ഉദ്ദേശിച്ചു എങ്കിൽ, അവൻ ചെയ്തിട്ടില്ല എങ്കിൽ അവനെന്ത് ചെയ്യില്ല, ഒരിക്കലും ആ ഒരു തിന്മയായിട്ട് രേഖപ്പെടുത്തൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇനി അത് ചെയ്താലോ ഫൈൻ അമലഹ കുതിബത് സയ്യിഅത്തൻ വാഹിദ, തിന്മ ചെയ്താൽ ആ ഒരൊറ്റ തിന്മയായിട്ട് രേഖപ്പെടുത്തുമെന്നുള്ളതാണ്. അപ്പം നന്മയുടെ പുണ്യങ്ങൾ അനവധിയാണ്. തിന്മക്കുള്ളതായ പ്രതിഫലമാണ് ലഭിക്കുന്നത്. അത് നമുക്ക് നൽകിയിട്ടുള്ള ഒരു ഓഫറാണ്. അല്ലാഹു തആല നമുക്കൊക്കെ ആ രൂപത്തിൽ ആ പുണ്യങ്ങൾ നേടാനുള്ള ഭാഗ്യം നൽകിയവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നന്മ അറിയിച്ചു കൊടുക്കുക. പലപ്പോഴും നമ്മളെയൊക്കെ സ്റ്റാറ്റസും നമ്മുടെയൊക്കെ പ്രബോധനങ്ങളും ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും തിന്മൻ്റെ പ്രചാരകരായിരിക്കും കൂടുതലുണ്ടാവുക. നല്ലൊരു സിനിമ റിലീസായാൽ ആ സിനിമയെ പരിചയപ്പെടുത്തുക, നല്ലൊരു വെബ് സീരീസ് വന്നാൽ ആ വെബ് സീരീസിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക. ഏതെങ്കിലും സുഹൃത്തിൻ്റെ കയ്യിൽ ഏതെങ്കിലും ഉപയോഗിക്കാൻ പറ്റാത്ത വസ്തുക്കൾ രഹസ്യമായിട്ടുണ്ടെങ്കിൽ അത് അറിയിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒരുമിച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തിന്മയുടെ പ്രചാരകരായിട്ട് മാറുക. ശരിക്ക് നന്മയുടെ പ്രചാരകരായി മാറിക്കഴിഞ്ഞാൽ കിട്ടുന്ന ബെനിഫിറ്റ് അനവധിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ ഒരിക്കൽ ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ വാഹനം നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞാൻ വലിയ പ്രയാസത്തിലാണ്, അതുകൊണ്ട് ഇന്നൊന്ന് സഹായിക്കണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്നും കൊടുക്കാനില്ല. റസൂൽ പറഞ്ഞു, ഒന്നും തരാനില്ലല്ലോ, ഒന്നുമില്ലല്ലോ. അപ്പോൾ അത് കേട്ടപ്പോൾ വേറെ ആൾ പറയാണ്, റസൂലിൻ്റെ സ്വഹാബി പറയാണ്, റസൂലേ, ആ വ്യക്തിയെ സഹായിക്കാൻ പറ്റുന്ന ഒരാളിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയോട് പറഞ്ഞാൽ, മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലി അജ്രി ഫായിലിഹി. ആരെങ്കിലും ഒരു നന്മ അറിയിച്ചു കൊടുത്താൽ അയാൾ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ അതേ പ്രതിഫലം നമുക്ക് കിട്ടും, അയാൾക്കൊറ്റ കുറയില്ല. ഇത് പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഒരാളൊരു നന്മ കാണിച്ചു, ഇപ്പോൾ ഒരു ചാരിറ്റി തന്നെ ആവാം, കരൾ രോഗി, കിഡ്നി സംബന്ധമായ രോഗി, അല്ലെങ്കിൽ ഹാർട്ട് സംബന്ധമായ രോഗി,
മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, കോടികൾ ചെലവരുന്ന ശസ്ത്രക്രിയകൾ ഒക്കെ നടക്കുന്ന ഒരു നാട്ടിലും പരിസരത്തൊക്കെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മെസ്സേജുകൾ വരികയാണ്, എല്ലാവരും ചെറിയ 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 എമൗണ്ടുകൾ ഇങ്ങനെ കൊടുത്താൽ. അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു എമൗണ്ട് കൊടുക്കുന്നു എന്നതോടൊപ്പം തന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് ഇത് അറിയിച്ചു കൊടുത്താൽ അയാൾ ചെയ്യുന്ന അതേ പ്രവർത്തനത്തിൻ്റെ കൂലി നമുക്ക് കിട്ടുന്നു. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുണ്ടോ? ആ ഒരു പോയിന്റ് നമ്മൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചാൽ മതി. ഇപ്പോൾ ചില മെസ്സേജ് പിരിവോട് പിരിവാണല്ലോ അറിയും, നമുക്ക് കൊടുക്കാൻ കഴിയൂല. പക്ഷെ ഇത് കൊടുക്കാൻ പറ്റുന്നവരുണ്ട്, അതിനൊക്കെ സാമ്പത്തികമായി അള്ളാഹു കൊടുത്തവരുണ്ട്. അവരിലേക്ക് ഇത് എത്തിച്ചു കൊടുത്താൽ ആ നന്മയുടെ പ്രതിഫലം നമുക്കും കൂടെ കിട്ടുമെന്നുള്ളതാണ്. നമ്മൾ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ് കാത്തു നിന്ന് ഞാനിങ്ങനെ സ്വരൂപിച്ച് വരുന്നതേ ഉള്ളൂ എന്നൊക്കെ ആലോചിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് മനസ്സങ്കടത്തോടുകൂടെ ദുഃഖത്തോടുകൂടെ കഴിഞ്ഞുകൂടുന്ന നന്മയെ ആഗ്രഹിക്കുന്ന ഹൃദയങ്ങളോടാണ് പറയുന്നത്, എന്ത് ചെയ്യണം? അവർ ഇത്തരം അവസരങ്ങൾ കൂടി ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബിയാണ്, റസൂലിൻ്റെ കൂട്ടുകാരനാണ്. സിദ്ദീഖുൽ അക്ബർ എന്ന് വിശേഷിപ്പിക്കുന്നു നമ്മൾ, സിദ്ദീഖ്. ആ അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കണ്ട് ഇസ്ലാം പരിചയപ്പെടുത്തുമ്പോൾ ആലോചിക്കട്ടെ എന്ന് പോലും പറഞ്ഞിട്ടില്ല. അതിന് മുന്നേ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാക്ക് കേൾക്കുന്നു, ഉൾക്കൊള്ളുന്നു. അദ്ദേഹം ഒന്നാമത്തെ ഖലീഫയായി മാറുകയാണ് പിന്നെ പിൽക്കാലത്ത്. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നും ആലോചിച്ചില്ല, തുടർ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോയി. ദഅവ നടത്തി. ദഅവ നടത്തുന്നത് ഏറ്റവും അടുത്ത കൂട്ടുകാരെയാണ് ആദ്യം, സ്നേഹിതന്മാരെയാണ് കാണുന്നത്. വ്യക്തിപരമായി കണ്ടുകൊണ്ട് ഇസ്ലാം ഇന്നതാണ്, മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അശറത്തുൽ മുബശ്ശിരീങ്ങളുണ്ട്, 10 ആളുകളാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവർ 10 സ്വഹാബിമാരാണ്. ആ അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട 5 പേരുണ്ട്. സുബൈർ ബിൻ അവ്വാം, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, തുൽഹത്ത് ബിൻ ഉബൈദില്ല, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, വസഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹും. ഈ 5 പേരും ഇസ്ലാമിലേക്ക് കടന്നു വന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ദഅവത്തിൻ്റെ ഫലമായിട്ടാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദഅവത്ത് നടത്തിയിട്ടാണ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 5 സഹാബിമാരും ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അവർക്ക് സ്വർഗം കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ്. അവർ ചെയ്തു വെച്ചിട്ടുള്ള, അവർ മുസ്ലിം ആയതിനു ശേഷം ചെയ്തു വെച്ചിട്ടുള്ള ഏതൊരു പ്രവർത്തനത്തിൻ്റെയും ഒരു വിഹിതം, ആ പ്രവർത്തനത്തിൻ്റെ എല്ലാ കൂലിയും ഒട്ടും കുറയാതെ തന്നെ ഇവർക്കും കിട്ടുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നന്മയുടെ പ്രചാരകരായി മാറുക, നന്മ പ്രബോധനം ചെയ്യുക എന്ന് പറയുന്നത്. മക്കത്തും മദീനത്തും ജീവിച്ച സ്വഹാബത്ത്, മക്കത്തെ പള്ളി എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ ഹറമാണ്. മസ്ജിദുൽ ഹറമിൽ ഒരു വക്ത് നമസ്കരിച്ചു കഴിഞ്ഞാൽ 1,00,000 പ്രതിഫലമാണ്, അല്ലേ? മസ്ജിദുൽ നബവിയിൽ നിസ്കരിച്ചാലോ 1000 കൂലിയാണ്. ഈ മക്കത്തെയും മദീനത്തെയും പള്ളിയിൽ കിട്ടുന്ന പ്രതിഫലം അറിഞ്ഞും മനസ്സിലാക്കിയിട്ടും ആ നാട് വിട്ട് ലോകത്തിൻ്റെതായ വിവിധങ്ങളായ ദിക്കുകളിലേക്ക് ആ ആളുകൾ ദഅവത്തിന് വേണ്ടി ഈ നന്മയുടെ പ്രചാരകരായി നടന്നു നീങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുണ്യം എത്രമാത്രമാണ് നമ്മൾ മനസ്സിലാക്കണം. മക്കത്തും മദീനത്തും ജീവിച്ച സ്വഹാബികളുടെ ഖബറുകൾ എന്തേ മക്കയിലും മദീനയിലും കാണാത്തത്? ഒരുപാട് സ്വഹാബിമാരുടെ ഖബറുകൾ ഈ രാജ്യത്തിൻ്റെ പുറത്താണ്, മക്കയുടെയും മദീനയുടെയും പുറത്താണ്. എന്തുകൊണ്ട്? ഈ ദഅവ എന്ന, ഈ നന്മ എന്ന ആ പ്രചരണത്തിൻ്റെ ഭാഗമായി അവർ അവരുടെ വാഹനങ്ങളിലൂടെ സഞ്ചരിച്ചു. കാടുകൾ കടന്ന്, കാനനങ്ങൾ കടന്ന്, കടലുകൾ താണ്ടി ദിക്കുകളിലൂടെ സഞ്ചരിച്ചു. അതിൻ്റെ ഭാഗമാണ് കൊച്ചു കേരളത്തിൽ പോലും നമുക്ക് ഈ ദഅവത്ത് കിട്ടിയത്. അൽഹംദുലില്ലാ, ഹിദായത്ത് കിട്ടിയത് നമ്മൾ അൽഹംദുലില്ലാ പറയണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ, നന്മയുടെ പ്രചാരകരായി കഴിഞ്ഞാൽ നമുക്കും അവരുടെ പ്രവർത്തനത്തിന് കൂലി കിട്ടും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു 5373 ഹദീസുകൾ നിവേദനം ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റസൂലിൽ നിന്ന് ഹദീസ് പഠിച്ചാണ്ട് അത് ലോകത്തിന് സമർപ്പിച്ചതാണ്. 5373 ഹദീസുകളാണ്, ഒരുപാട് ഹദീസുകൾ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പട്ടിണി കടന്ന് വെള്ളം കുടിക്കാതെ മദീനത്തെ പള്ളിയിൽ ബോധം കെട്ട് വീണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലിൽ നിന്ന് അറിവ് നേടി മുന്നോട്ട് പോയ വ്യക്തിത്വമാണ്. അത് ലോകത്തിന് സമർപ്പിച്ചത് വലിയൊരു നന്മയാണ്.
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള കാരണം അങ്ങനെയായിരുന്നു. അത്തുഫൈൽ ഇബ്നു അംറുല്ലാഹു ദൗസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ദഅവത്തിന്റെ ഫലമാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ, എത്ര ഹദീസുകളാണ് അത്തുഫൈൽ ഇബ്നു അംർ ദൗസി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തിട്ടുള്ളത്? എത്ര നിങ്ങൾ ഹദീസ് പഠിക്കുമ്പോൾ, ഏതെങ്കിലും പ്രസംഗങ്ങളിൽ ഹദീസുകൾ വായിക്കുമ്പോൾ ഈ അത്തുഫൈൽ ഇബ്നു അംർ ദൗസി എന്നുള്ള പേര് എത്ര തവണ നമ്മൾ കേട്ടിട്ടുണ്ട്? എന്നാൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ പേര് എത്ര തവണയാണ് നമ്മൾ കേട്ടത്? എങ്കിൽ ആ അത്തുഫൈൽ ഇബ്നു അംർ ദൗസി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചെയ്തു വെച്ച എല്ലാ പ്രവർത്തനങ്ങളുടെയും പ്രതിഫലം അദ്ദേഹത്തിനും കിട്ടും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒട്ടും കുറയൂല. ഈ ഒരു ബോധത്തിൽ നിന്നുമായിരിക്കണം നമ്മൾ ഈ റമദാനിൽ നിന്ന് വിട പറയുമ്പോൾ മുന്നോട്ടുള്ള ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ടത്. നന്മകൾ കൂടുതൽ ചെയ്യാൻ നമുക്ക് പറ്റണം. നമ്മളൊരു ഖുർആൻ ക്ലാസ്സിന് പോകുന്നുണ്ടെങ്കിൽ ആ ഖുർആൻ ക്ലാസ്സിന് നമ്മുടെ റൂമിലുള്ള ഒരാളെയും കൂടി കൂട്ടണം. നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ വലത് കൈ കൊണ്ട് കുടിച്ചുകൊണ്ടേയിരിക്കുക. ആ വലത് കൈ കൊണ്ട് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടുകാരൻ എപ്പോഴും ഇടത് കൈയിലാണുള്ളത്. അപ്പോൾ ഓനോട് സ്വകാര്യമായിട്ട് പിടിച്ചിട്ട് അല്ലെങ്കിൽ ഓനോട് ഈ നന്മ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾ ഒരിക്കലും ഇടത് കൈ കൊണ്ട് കുടിക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കണം. നമ്മൾ ഒരു ഡൈനിങ് മര്യാദകളൊക്കെ പറഞ്ഞു കൊടുക്കണം. നമ്മൾ ഇവിടെ നിന്നൊക്കെ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ചില ആളുകൾ ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ വലത് കൈ കൊണ്ടാണ് ഭക്ഷണം കഴിക്കുക. അതിലൊന്നും ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല. ഇവിടെ എല്ലാം ചെയ്യേണ്ടത് വലത് കൈ കൊണ്ടാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ ചില ആളുകളെങ്കിലും ഇപ്പോഴും ഇടത് കൈ കൊണ്ടാണ് വെള്ളം കുടിക്കുന്നത്. വലത് കൈ കൊണ്ട് തിന്നുമ്പോൾ ആ വെള്ളം പിന്നെ ആ വലത് കൈ കൊണ്ട് പിടിക്കാനൊരു മടിയാണ്. മാത്രമല്ല, നമ്മുടെ ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ രണ്ടാമത് റീയൂസ് ചെയ്യുന്ന ഒരു സാധനവും ഇല്ല. ഒക്കെ നമ്മൾ കുമാമയ്ക്ക് തള്ളുന്ന സാധനങ്ങളാണ്. എന്നിട്ടും ആ ബോട്ടിൽ പിടിക്കാൻ മടിക്കുന്ന ആളുകളുണ്ട്. ഇനി റീയൂസ് ചെയ്യുന്ന സാധനങ്ങളാണെങ്കിൽ പോലും എന്താ, ഒന്ന് വാഷ് ചെയ്താൽ റെഡിയാവും. അതിന് താങ്ങ് കൊടുത്തും എന്താ പറയുക, മടിയോടുകൂടെയും വെറുപ്പോടുകൂടെയും ഈ ആചാരത്തെയും സംസ്കാരത്തെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ നമുക്കില്ലാതെ പോകുന്നത് വളരെ സങ്കടമാണ് എന്ന് മാത്രമാണ് ഈ സമയത്ത് ഉണർത്താനുള്ളത്. അതുകൊണ്ട് നന്മയുടെ ഇനി തിന്മയുടെ പ്രചാരകരായാൽ ഉണ്ടാകുന്ന അപകടം വലുതാണ്. തിന്മ പ്രചരിപ്പിക്കുക. ഇപ്പൊ ഇസ്ലാമിനെ ചീത്ത പറയാൻ വേണ്ടി മാത്രം ചില ആളുകളുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത പറയാൻ വേണ്ടി മാത്രം ചില ആളുകളുണ്ട്. ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള യഥാർത്ഥ വിശ്വാസത്തെയും സംസ്കാരത്തെയും തെറ്റായ രൂപത്തിലേക്ക് വ്യാഖ്യാനിച്ച് അത് പ്രചരിപ്പിക്കുന്ന കുറേ ആളുകളുണ്ട്. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ തരങ്ങൾ വല യഹ്മിലുന്ന അസ്കാലവും വാസ്കാല മാസ്കാലയും, അവരുടെ ഭാരങ്ങളും മറ്റുള്ളവരുടെ ഭാരങ്ങളും അവർ താങ്ങേണ്ടി വരും, അവർ വഹിക്കേണ്ടി വരും. വലയുസ്അലുന്ന യൗമൽ ഖിയാമത്തി അമ്മാ കാനൂ യഫ്തറൂൻ, അവർ കെട്ടിച്ചമച്ചതിനെ പറ്റി, കള്ളം പറഞ്ഞതിനെ സംബന്ധിച്ച് അള്ളാഹിനോട് മറുപടിയും പറയേണ്ടി വരും. തിന്മയുടെ പ്രചാരകരായി മാറരുത് സഹോദരങ്ങളെ. നോക്കൂ നിങ്ങൾ, നമ്മളിരിക്കുന്ന ഈ രാസലഹരിയുടെ അപകടം വലുതാണ്. രാസലഹരി, ഈ വെള്ളടി കമ്പനി എന്നൊക്കെ പറയുന്നത് ഭയങ്കര സൗഹൃദമുള്ള കമ്പനിക്കാർ. അതെന്തുകൊണ്ടാണ്? അതൊരു ശൈത്താനീയത്താണ്. ആ ഒരു സുഖത്തിൽ എല്ലാവരും പരസ്പരം കൂട്ടുക എന്നുള്ളതാണ്. ഇവിടെ അതിലൂടെ ചില ആളുകൾ അതിൻ്റെ പ്രചാരകരായി മാറി, അതിൻ്റെ അനുഭവിക്കുന്ന ആളുകളെ മാറി, അതിൽ നിന്നും മാറി നന്മയിലേക്ക് അടുത്ത് വരുമ്പോൾ പിന്നെ അയാളുടെ പേടി എന്താ പറയുക, പഠിച്ചോനെ ഞാൻ ക്ഷണിച്ചിട്ടാണല്ലോ ഓൻ പുഴയിലുള്ളത്, ഇപ്പോഴും ആ ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അത് വല്ലാതെ ഉറക്കം കെടുത്തുന്ന ഒരു സാധനമാണത്. ആ ആൾ തന്നെയാണല്ലോ ഇപ്പോഴും അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ആൾ തന്നെയാണല്ലോ ഇപ്പോഴും അത് കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും അത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ തുടങ്ങി വെച്ചതിൻ്റെ ഭാഗമാണല്ലോ, ഞാൻ കൊണ്ടുപോയതിൻ്റെ ഭാഗമാണല്ലോ. എങ്കിൽ ആ ഭാരം വഹിക്കേണ്ടി വരും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിലൂടെ അള്ളാഹുവിൻ്റെ വഹി നമ്മെ അറിയിച്ചു തന്നിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, റസൂല് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് അറാബികൾ വന്നു. അവർ ഈ കമ്പിളി പുതപ്പൊക്കെ ധരിച്ചിട്ടാണ് വന്നത്. അവർ നല്ല തണുപ്പുണ്ട്, വളരെ ദാനം ആഗ്രഹിക്കുന്ന ആളുകളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മനസ്സിലാക്കി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവർക്ക് ദാനം കൊടുക്കാൻ വേണ്ടി പറയാണ്. ഞാൻ നന്മക്ക് ഇരട്ടി കൂലി കിട്ടണതിൻ്റെ ഭാഗം പറഞ്ഞു തരാട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവരോടൊക്കെ പറഞ്ഞു, ഇവർക്ക് എന്തെങ്കിലും കൊടുക്കണം, ദരിദ്രരാണ്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. ആരും മുന്നോട്ട് വന്നില്ല. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ഒന്ന് വിവരണമായി. അപ്പോൾ ഇവർക്ക് മനസ്സിലായി റസൂലിന് അത് ഇഷ്ടമായിട്ടില്ല. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ വന്നിട്ട്
കുറച്ച് വെള്ളി നാണയമായിട്ട് വന്നു. കുറച്ചധികം വെള്ളി നാണയങ്ങളായിട്ട് വന്നു. അത് കണ്ടിട്ട് മറ്റാളും വന്നു. പിന്നെ അവിടുന്ന് തുടർന്ന് ഓരോരുത്തർ ഇങ്ങനെ റസൂലിൻ്റെ സദസ്സക്ക് ഇങ്ങനെ വന്നു എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമുണ്ട്. ആരെങ്കിലും ഒരു നന്മ, ഒരു സുന്നത്ത്, ഹസനത്ത് നടപ്പാക്കി കഴിഞ്ഞാൽ അതനുസരിച്ചുകൊണ്ട് മറ്റുള്ളവർ പ്രവർത്തിച്ചാൽ അതിൻ്റെ പ്രതിഫലം കുതിബലഹു മിത്ല അജ്രി മൻ അമില ബിഹ, അത് പ്രവർത്തിച്ചവൻ്റെ പ്രതിഫലം പോലെ തന്നെ അയാൾക്കും കിട്ടുന്നു. ആ നന്മയുടെ തുടക്കക്കാരനായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ പുണ്യം കിട്ടിയത്. തിന്മയും അതുപോലെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. തിന്മയും അതുപോലെയാണെന്ന് വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ കൂടുതൽ നന്മയുടെ പ്രചാരകരായിട്ട് മാറുക എന്നുള്ളത്. അപ്പോൾ കാബീലിനെ പറ്റി നിങ്ങൾക്കൊക്കെ അറിയാം. ആരാണ് കാബീൽ? ആദം നബിയുടെ മകനാണ്. ആദം നബിയുടെ മകൻ ലോകത്ത് ചെയ്തു വെച്ച ഒരു വലിയൊരു തിന്മയുണ്ട്. ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെ ഉമ്മമാരും നമ്മുടെ വേണ്ടപ്പെട്ടവരും സുരക്ഷിതരാണോ എന്ന് പോലും ചിന്തിക്കുമാറ് നമ്മളൊക്കെ ഭീതിയോടുകൂടെ ആ ഒരു തിന്മയെ കണ്ടുകൊടുക്കുകയാണ്. കൊലപാതകം തന്നെയാണ്. കൊലപാതകം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലപ്പെട്ടവൻ എന്തിനാണ് കൊല്ലപ്പെട്ടതെന്ന് അവൻ അറിയില്ല, ഒന്നോനും അറിയില്ല. ആ രൂപത്തിലാണ് ഇപ്പോൾ കണ്ടങ്ങൾ ഒരു നടു റോഡിൽ 4-5 ആളുകൾ വന്നിട്ട് ഒരാളെ വെട്ടിക്കൊന്നത്. ആ കൊല്ലപ്പെട്ട വ്യക്തിയുടെ ഹിസ്റ്ററി എടുത്തു നോക്കിയാൽ സ്വന്തം അമ്മൻ്റെ മുന്നിൽ വെച്ച് മകനെ വെട്ടിക്കൊന്ന വ്യക്തിയാണ്. അതേപോലെ വീഡിയോസുകൾ ഇങ്ങനെ കണ്ടമാനം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വന്തം മകളെ കഴുത്തറുത്ത് കൊല്ലുന്ന അച്ഛൻ, സ്വന്തം സഹോദരിയെ അടിച്ചു കൊല്ലുന്ന, സ്വന്തം ഭർത്താവിനെ, സ്വന്തം ഭാര്യയെ, ഉമ്മയെ, മാതാപിതാക്കളെ, അയൽവാസിയെ, സുഹൃത്തുക്കളെ ഒക്കെ ഈ രൂപത്തിൽ മാരകമായ ക്രൂരമായ കൊലപാതകങ്ങൾക്ക് വിധേയമാക്കി കൊടുക്കണം. ഇത് പറയാൻ കാരണം എന്താ പറയുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ലൈസ മിൻ നഫ്സിൻ തുഖ്തലു ദുൽമൻ ഇല്ലാ കാന അലാ ഇബ്നി ആദമൽ അവ്വൽ കിഫ്ലും മിൻഹാ. ലോകത്ത് ഒന്നാമതായി കൊലപാതകം ചെയ്ത വ്യക്തിയാണ് ആദം നബിയുടെ മകൻ കാബീൽ. ആ കാബീലിൽ ഇന്ന് നടക്കുന്ന എല്ലാ കൊലപാതകങ്ങളുടെയും ഒരു ഓഹരി കിട്ടും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ആ തിന്മയുടെ ഒരു ഫലം ആർക്ക് കിട്ടും? കാബീലിന് കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായി മനസ്സിലാക്കുക, നമ്മൾ കാരണം ഒരു തിന്മ പ്രചരിക്കുന്നുണ്ടെങ്കിൽ ആ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് തെറ്റായ ഒരു കൂലിയാണ് നമുക്ക് ലഭിക്കുക എന്നുള്ളത്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കുക. അംറും ബിൽ മഅറൂഫ് വനഹ്യും അനിൽ മുൻകർ. നന്മ കൽപ്പിക്കുക എന്നുള്ളത് ഒരു മോശപ്പെട്ട പ്രവർത്തനമല്ല. തിന്മ വിരോധിക്കുക എന്നുള്ളത് ഒരു മോശപ്പെട്ട പ്രവർത്തനമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ അല്ലാഹു തആല പറഞ്ഞത് വൽതകും മിൻകും ഉമ്മ, നിങ്ങളിൽ നിന്നൊരു സമുദായം ഉണ്ടാവട്ടെ. നന്മയിലേക്ക് ക്ഷണിക്കുന്ന, തിന്മ വിരോധിക്കുന്ന ഒരു സമുദായം നിങ്ങളിലൊന്ന് ഉണ്ടാവട്ടെ എന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ പറഞ്ഞതാണ്. അതുവഴി നമുക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ അനവധിയാണ്. 23 വർഷത്തെ പ്രവാചകന്റെ ജീവിത കാലഘട്ടങ്ങളിൽ പ്രവാചകൻ പ്രധാനമായും പ്രബോധനം ചെയ്ത വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ എടുത്ത് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. നമ്മുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങണം. എന്നിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങണം. സമൂഹത്തിൽ ഇന്ന് അള്ളിപ്പിടിച്ചു നിൽക്കുന്ന തിന്മകൾക്കെതിരെ ശബ്ദിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാവേണ്ടതുണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയുക. അല്ലെങ്കിൽ നമുക്ക് അതൊരു തിന്മയായിട്ട് തന്നെ രേഖപ്പെടുത്തും. നന്മ നമ്മൾ പ്രചരിപ്പിച്ചു കൊണ്ടേയിരിക്കുക എന്ന് മാത്രമാണ് ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഏതായിരുന്നാലും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു തആല ഈ ഒരു ഇരുത്തം സ്വാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാവട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഇവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ അനുഷ്ഠിച്ചിട്ടുള്ള എല്ലാ നോമ്പുകളും നമ്മുടെ തൗബയും പ്രാർത്ഥനയും അല്ലാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കന്മാരുടെ ഖബറിടം അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കന്മാരുടെ ജീവിതം അല്ലാഹു തആല ധന്യമാക്കി കൊടുക്കുമാറാവട്ടെ. അവർക്ക് ദീർഘായുസ് പ്രദാനം നൽകുമാറാവട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു തആല സ്വലീങ്ങളായ സന്താനങ്ങളായി വളർത്തുമാറാവട്ടെ. നമ്മുടെ പണ്ഡിതന്മാർക്ക് അല്ലാഹു തആല ദീർഘായുസ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. اللهم إنك عفو تحب العفو فاعف عنا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.